വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എംപിമാർ മത്സരിക്കണോ എന്ന വിഷയം ചർച്ച ചെയ്യാതെ കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇതിൽ തീരുമാനം പിന്നീടാകാമെന്ന നിലപാടിലാണ് ഹൈക്കമാൻഡ്. അല്പസമയം മുമ്പ് കേരള നേതാക്കളുമായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും രാഹുൽ ഗാന്ധിയും നടത്തിയ ചർച്ചയിൽ ഈ വിഷയം പരിഗണനയ്ക്ക് വന്നില്ല. മുസ്ലിം ലീഗുമായി സീറ്റുകൾ വെച്ചുമാറാൻ കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ അനുമതിയുണ്ട്. പട്ടാമ്പി, ഗുരുവായൂർ, കൊച്ചി, കളമശ്ശേരി, ചടയമംഗലം, പുനലൂർ സീറ്റുകളാണ് കോൺഗ്രസും ലീഗുമായി വെച്ച് മാറ്റം പരിഗണിക്കുന്നത്. കേരള കോൺഗ്രസുമായുള്ള സീറ്റ് ചർച്ച എത്രയും വേഗം പൂർത്തിയാക്കി സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനും ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ആർ കിരൺ ബാബു ആണ് ചേരുന്നത്. കിരൺ, ഏത് രീതിയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്? അശ്വതി, വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുമായി കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇങ്ങനെ ഒരു ചർച്ച നടത്തിയത്. ഈ ചർച്ചയിൽ പ്രധാനമായും ചില വിഷയങ്ങൾ വരും എന്നുള്ള പ്രതീക്ഷ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അത്തരത്തിൽ ചില വാർത്തകളുമൊക്കെ വന്നിരുന്നു. കേരളത്തിൽ നിന്നുള്ള എംപിമാരിൽ ചിലരെങ്കിലും നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ ചിലർക്ക് ഇളവ് നൽകി അവരെ നിയമസഭയിലേക്ക് കൊണ്ടുവരണോ എന്നുള്ള വിഷയമടക്കം ഈ ചർച്ചയിൽ വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ അത്തരമൊരു വിഷയം ആ ചർച്ചയിൽ ഉണ്ടായില്ല. അത് ഈ ചർച്ചയിലേക്ക് തൽക്കാലം ഇപ്പോൾ വേണ്ട എന്നുള്ള നിലപാടാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് സ്വീകരിച്ചത്. പിന്നീട് ആവശ്യമെങ്കിൽ ആ ഘട്ടത്തിൽ തീരുമാനം എടുക്കാം എന്നുള്ളതായിരുന്നു ഹൈക്കമാൻഡ് നിലപാട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വന്നത് ചില സീറ്റുകൾ സംബന്ധിച്ച പരസ്പരം വെച്ചുമാറുന്നത് ലീഗും കോൺഗ്രസുമായി വെച്ചുമാറുന്നത് സംബന്ധിച്ച് ചില ആലോചനകൾ വന്നിരുന്നു. തിരുവമ്പാടി അടക്കമുള്ള സീറ്റുകളും പട്ടാമ്പി അടക്കമുള്ള സീറ്റുകളൊക്കെ കളമശ്ശേരി ഒക്കെ വെച്ചുമാറുന്ന വിധത്തിൽ ചില ആലോചനകൾ വന്നിരുന്നു. എന്നാൽ ഈ ആലോചനയ്ക്ക് കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഒരു അനുമതി ആവശ്യമായിരുന്നു. ആ വിഷയം അവതരിപ്പിച്ചു. ഏതൊക്കെ സീറ്റുകളാണ് വെച്ചുമാറേണ്ടത് എന്നുള്ളതിൻ്റെ ലിസ്റ്റിലേക്കോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നില്ല. പക്ഷേ അങ്ങനെ വെച്ചുമാറ്റം അനിവാര്യമാണെങ്കിൽ ലീഗുമായി ചേർന്ന് ലീഗിനും കോൺഗ്രസിനും പരസ്പരം സമ്മതമാണെങ്കിൽ അത്തരമൊരു വെച്ചുമാറ്റമാവാം. സീറ്റ് എണ്ണം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് അത്തരം സീറ്റുകൾ പരസ്പരം വെച്ചുമാറാം എന്നുള്ള ഒരു നിലപാട് അതിന് കോൺഗ്രസ് ഹൈക്കമാൻഡ് അനുമതി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് പാർട്ടി കടക്കണമെന്നും അത്തരം തീരുമാനത്തിലേക്ക് എത്തണം എന്നുള്ള നിർദ്ദേശവും കോൺഗ്രസ് ഹൈക്കമാൻഡ് നൽകിയിട്ടുണ്ട്. നിലവിൽ കേരള കോൺഗ്രസുമായി പി ജെ ജോസഫുമായിട്ടുള്ള ചർച്ച പൂർത്തിയായിട്ടില്ല. ആ ചർച്ച നീണ്ടുപോവുകയാണ്. അങ്ങനെ ചർച്ച നീണ്ടുപോകാനാവില്ല. എത്രയും വേഗത്തിൽ തന്നെ നേതാക്കൾ കേരളത്തിലേക്ക് മടങ്ങി വന്നാൽ ഉടൻ തന്നെ കേരള കോൺഗ്രസുമായിട്ടുള്ള ചർച്ച നടത്തി അവർക്ക് സീറ്റുകളിൽ ധാരണയുണ്ടാക്കണം. ഏതെല്ലാം സീറ്റുകളാണ് അവർക്ക് നൽകുന്നത്, എത്ര സീറ്റുകളാണ് നൽകുന്നത്, ഇക്കാര്യത്തിൽ ഒരു ധാരണ അടിയന്തരമായിട്ടുണ്ടാക്കണം. അതിനുശേഷം നേരെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കണം. അത് വേഗത്തിൽ തന്നെ ഉണ്ടാവണം എന്നുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി പകുതിയോടുകൂടി തന്നെ ഏതെല്ലാം മണ്ഡലത്തിൽ ആരാവും സ്ഥാനാർത്ഥി എന്നതിൽ ഒരു കൃത്യമായ ധാരണയിലേക്ക് ഫൈനൽ ധാരണയിലേക്ക് എത്തത്തക്ക രീതിയിലേക്കുള്ള ചർച്ചകൾ നയിക്കാനാണ് അല്ലെങ്കിൽ അത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ തൽക്കാലം നൽകിയിരിക്കുന്നത്. എന്തായാലും കേരളത്തിലെ പ്രധാനപ്പെട്ട നേതാക്കളുടെ പ്രതിപക്ഷ നേതാവ് അടക്കം KPC പ്രസിഡന്റ്, അതോടൊപ്പം തന്നെ കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള നേതാക്കൾ എല്ലാവരും തന്നെ UDF കൺവീനർ അടൂർ പ്രകാശ്, PC വിഷ്ണുനാഥ്, AP അനിൽകുമാർ തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഈ ചർച്ച പ്രധാനമായും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് നടത്തേണ്ട മുന്നൊരുക്കങ്ങൾ സംബന്ധിച്ച് മുന്നണി രാഷ്ട്രീയത്തിൽ മറ്റ് പാർട്ടികളുമായി എടുക്കേണ്ട നിലപാടുകൾ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് പ്രധാനമായും ചർച്ചയ്ക്ക് വന്നത്. ശരി കിരൺ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.